പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാം ഇന്ന് 3-ാം ദിവസത്തെ ചിന്ത. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 30-ാം വാക്യം. ദൂതൻ മറിയത്തോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധി നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. മറിയത്തിൻ്റെ ജീവിതം വളരെ സാധാരണമായിരുന്നു. അവൾക്ക് വലിയ സ്ഥാനമോ സമ്പത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവം അവളെ തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട്? കാരണം അവളുടെ ഹൃദയം ദൈവത്തിനു വേണ്ടി തുറന്നു കിടന്നിരുന്നു. അവൾ ദൈവത്തിൻ്റെ ഇഷ്ടം സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ദൂതൻ ആദ്യം പറഞ്ഞ വാക്ക് ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൽ പലവിധ ഭയങ്ങളുമുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള ഭയം, രോഗത്തിൻ്റെ ഭയം, കുടുംബത്തെക്കുറിച്ചുള്ള ആശങ്കകൾ. പക്ഷേ ദൈവത്തിൻ്റെ സന്ദേശം വളരെ വ്യക്തമാണ്, ഭയപ്പെടേണ്ട. ദൂതൻ രണ്ടാമത് പറയുന്ന വാക്ക് ദൈവസന്നിധി നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. അതായത് മറിയം ദൈവത്തിൻ്റെ കൃപയിൽ ജീവിച്ചിരുന്നു. ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നത് ആർക്കാണ്? സരളമായ മനസ്സുള്ളവർക്കാണ് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ വാക്കിന് അതെ എന്ന് പറയുവാൻ പറ്റുന്നതും അവർക്കാണ്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇതാണ് വിശ്വാസത്തിൻ്റെ മഹത്തായ മറുപടി. അവൾ ഭയത്തേക്കാൾ വലിയൊരു കാര്യം തിരഞ്ഞെടുത്തു, ദൈവത്തിലുള്ള വിശ്വാസം. ഇന്ന് പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നതും ഇതുതന്നെയാണ്. നമുക്ക് ഭയം വന്നാൽ നീ ഭയപ്പെടേണ്ട എന്ന ദൈവസ്വരം നാം ശ്രവിക്കണം. നമ്മുടെ ബലഹീനതകളിലും ദൈവം പറയുന്നത് എൻ്റെ കൃപ നിനക്ക് മതി എന്ന്. അതുകൊണ്ട് മറിയത്തെ പോലെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മെ നയിക്കും, ശക്തിപ്പെടുത്തും, അനുഗ്രഹിക്കും. അതിനായി ദൈവത്തിൻ്റെ കൃപ ഉള്ളിടത്ത് ഭയത്തിന് സ്ഥാനമില്ല. പരിശുദ്ധ അമ്മയുടെ ഈ ധൈര്യമാണ്, ഈ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെയും ശക്തിപ്പെടുത്തുന്നത്, ധൈര്യപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ദൈവത്തിലുള്ള ആ അടിയുറച്ച വിശ്വാസത്തിൽ ജീവിച്ചതുപോലെ എൻ്റെ ജീവിതവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവവിശ്വാസത്തിൽ വളരുവാൻ എന്നെയും ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ.